ഒരാളെ ആക്രമിച്ചാൽ 3 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് തിരിച്ചടിക്കും. കേൾക്കുമ്പോൾ ഏതെങ്കിലും സിനിമയാണെന്ന് തോന്നാമെങ്കിലും പാകിസ്ഥാൻ ലഭിച്ചിരിക്കുന്ന പുതിയ സൈനിക കവചമാണിത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ അടിമുടി മാറ്റുന്ന ചരിത്രപരമായ മക്ക സംയുക്ത പ്രതിരോധ കരാറിൽ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന സൈനിക ആക്രമണം 3 രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കി സംയുക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഈ സഖ്യത്തിന്റെ പ്രഖ്യാപനം. ഒരു നാറ്റോ മാതൃകയിലുള്ള ഒരു ഇസ്ലാമിക നാറ്റോ. സൗദിയുടെ സമ്പത്തും നാറ്റോയിലെ 2ാമത്തെ വലിയ സൈനിക ശക്തിയായ തുർക്കിയുടെ കരുത്തും പാകിസ്ഥാന്റെ ആണവായുധവും ഒത്തുചേരുന്നതോടെ അറബിക്കടലിൽ പുതിയൊരു ഇസ്ലാമിക നാറ്റോ ആണ് രൂപപ്പെടുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധഭീതിക്കും പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾക്കും ഇടയിലാണ് ഈ സുപ്രധാന സഖ്യം യാഥാർത്ഥ്യമാകുന്നത്. ഇറാന്റെ ഷിയ വിപ്ലവത്തിനും ഒപ്പം ഇസ്രായേലിനും ഇന്ത്യക്കുമുള്ള അതിശക്തമായ മുന്നറിയിപ്പ് കൂടിയാണിത്. സ്വന്തം രാജ്യം പട്ടിണിയിലാണെങ്കിലും തുർക്കിയെയും ഇന്ത്യയുടെ സുഹൃത്തായ സൗദിയെയും കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഈ വമ്പൻ സൈനിക നീക്കം ഭാവിയിൽ ഇന്ത്യയുടെ നാവിക പ്രതിരോധ തന്ത്രങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് ലോകരാജ്യങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് ഉറ്റുനോക്കുന്നത്.